CPIയുടെ മന്ത്രിമാർ ഇന്ന് നടത്തിയിട്ടുള്ള ഒരു വിമർശനം, അത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ പോകുമ്പോഴാണ് GR അനിൽ പറയുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നത്, ചിഞ്ചുറാണി പറയുന്നത്, ആ സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, എന്നാലും ഇപ്പോൾ ഞങ്ങളുടെ വകുപ്പുകൾക്ക് ഈ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയെയും കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും കാണും എന്നാണ് ചിഞ്ചുറാണി പറഞ്ഞ മറ്റൊരു വാചകം. ഇനിയൊരല്പം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മളൊക്കെ മലയാളം അറിയുന്നവരാണ്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് നന്നായി കാര്യങ്ങൾ ചെയ്യാനുള്ള അളവിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇതാ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന, ആ മന്ത്രിസഭയിൽ ഇപ്പോഴും അംഗങ്ങളായി തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ 2 മന്ത്രിമാരുടെ പ്രതികരണമാണ്. പിന്നെ അവരുടെ എല്ലാ മന്ത്രിമാരും പറഞ്ഞില്ല, അവരുടെ പാർട്ടി, അതാണ് ഞാൻ മലയാളം അറിയാമല്ലോ എന്ന് വാക്കുപയോഗിച്ച് 2 മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. ഇപ്പം വിലക്കയറ്റം, ഇപ്പൊ ഇതിനകത്ത് സ്മൃതി, ഈ വിലക്കയറ്റത്തിന്റെ വിഷയത്തിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ 6 മാസമായി മുടങ്ങിക്കിടക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ഇപ്പോൾ CPMന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് തന്നെയും പറയാൻ ശ്രമിക്കുന്നത് ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ്, കേരളത്തോടുള്ള നിഷേധപരമായ സമീപനമാണ്, കേരളത്തിന്റെ നികുതി വരുമാനം കൊടുക്കാത്താണ്. ഈ വിഷയത്തെ ഞങ്ങൾ 2 തലത്തിൽ നോക്കിക്കാണുന്നുണ്ട്. ഒന്നാമത്തേത്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത, അവർക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടാക്കുന്ന, രാജ്യത്ത് ഗവർണർമാരെ മുൻനിർത്തി ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഉത്തരം ഉണ്ട് തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളുടെ ഒറ്റ കാരണം അതാണോ? നിരവധി കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഞങ്ങളും അംഗീകരിച്ചു തരാം. പക്ഷെ വേറെയും കാരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ക്ഷീര കർഷകരുടെ കാര്യം ഇന്ന് ചിഞ്ചുറാണി പറഞ്ഞു. ശരിയാണ്, ഈ നാട്ടിലെ ഏറ്റവും അടിത്തട്ടിലുള്ള, കേരളത്തിലെ അടിസ്ഥാന വർഗം ചെയ്യുന്ന ഒരു ഉപജീവന മാർഗമാണത്. ധാരാളം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വീട്ടമ്മമാർ, ധാരാളമായി വീട്ടമ്മമാരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കൂടി ഒരു കൃഷിയാണ് ഈ ക്ഷീര കർഷകർ എന്ന് പറയുന്നത്. എന്നാൽ ക്ഷീരകൃഷിക്ക് ഇവിടെ പണം അനുവദിക്കുന്നില്ലേ? ഒരു ശീതീകരിച്ച തൊഴുത്തിലോ മറ്റോ നിന്നിട്ടാണ് ക്ലിഫ് ഹൗസിൽ കുറെ പശുക്കൾ പാൽ ചുരുത്തുന്നത്. ആ ചാണകക്കുഴിക്ക് 5 ലക്ഷം രൂപയോ മറ്റോ ആയി. സ്വാഭാവികമായി ഇതുകൂടിയൊക്കെ ഈ ദൂർത്ത് ഒരു കാരണമല്ലേ? ഒരു പുതുവത്സര പാർട്ടി എത്ര ലക്ഷം രൂപ, 22 ലക്ഷം രൂപയോ മറ്റോ, 16 ലക്ഷം രൂപയോ മറ്റാണ്. 10,000 രൂപയുടെ പിന്നെന്താണ് കുറി അടിച്ച ആളുകൾ വിളിക്കുന്നു, 1.25 ലക്ഷത്തിന്റെ കേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത്രയും CPIക്ക് പറയാൻ കഴിയില്ല. പറയാവുന്നതിന്റെ മാന്യമായ രൂപത്തിൽ CPI വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ അനിലിന്റെ വകുപ്പാണെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന, വിലക്കയറ്റം നമുക്കറിയാലോ. പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള അരിയുടെ വില, ഇപ്പോഴത്തെ അരിയുടെ വില നമുക്കറിയാം. സപ്ലൈകോ സജീവമായി ഇടപെട്ടു, കിറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും വില കൂടിയിട്ടുണ്ട്, ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴോ സപ്ലൈകോ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, ഇന്ന് മന്ത്രി തന്നെ ഉപയോഗിച്ച വാക്കുകളാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോട്, കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ കിട്ടിയാലേ തരൂ എന്ന് പറയാനാണെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ഇടതുപക്ഷ ബദലാണ് ഇവർ ഉയർത്തിയത് ഇത്ര കാലം? അപ്പൊ സാധ്യമായിടത്തോളം ചെലവ് ചുരുക്കിക്കൊണ്ട്, സാധ്യമായിടത്തോളം നികുതി കുടിശ്ശിക പിരിച്ചെടുത്തുകൊണ്ട് ആ കെടുതികളിൽ നിന്ന് കേരളത്തിലെ രക്ഷിക്കുക എന്നതല്ലേ ശരിയായ ഇടതുപക്ഷ ബദൽ? ആ ബദൽ ഉയരുന്നില്ല എന്നാണ് ഇന്ന് CPIയുടെ മന്ത്രിമാർ അവരുടെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കാലാകാലങ്ങളിൽ മുന്നോട്ട് വച്ചിട്ടുള്ള വിമർശനങ്ങൾ അതിന്റെ ഒരു തരത്തിൽ CPI കൂടി ഏറ്റെടുക്കുന്നു എന്ന നിലക്കാണ് ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.